ഹലോ ഇന്ന് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ക്വിക്കായിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് പ്രോൺസ് റെഡിയാക്കാം. ഓക്കെ, ഇതൊരു സ്റ്റാർട്ടഡൊക്കെ ആയിട്ട് നമുക്ക് വെറുതെ കഴിക്കാനാണ് ഏറ്റവും അടിപൊളി. പക്ഷേ അപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. ഒരു കടായി വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 4 ഉണ്ട ഗാർലിക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗാർലിക് എല്ലാം ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വരും. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തങ്ങ് കുക്ക് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ പ്രോൺസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫൈനലായിട്ട് കുറച്ച് ബട്ടർ കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഗാർലിക്കിലും ബട്ടറിലും കിടന്ന് പ്രോൺസ് കുക്കായതിൻ്റെ നല്ലൊരു മണം വരും. വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.